ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS VFA അതുപോലെ തന്നെ ബെവ്കോ LDC പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റഡി പ്ലസ് റിവിഷൻ എന്നൊരു സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വാട്സപ്പ് ബാച്ചിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ടോപ്പിക്കുകളുടെയും റിവിഷനാണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ മറന്നു പോകുന്നതും കൺഫ്യൂഷൻ വരുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റിവിഷൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി മറക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ബാച്ചിലാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നടക്കുന്നത്. ഇവിടെ നമുക്ക് റിവിഷൻ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഡെയിലി നമുക്ക് ആകെ ഒരു ക്ലാസ് മാത്രമാണുള്ളത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ലൊരു റാങ്ക് നേടുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ ബാച്ച് ഫോക്കസ് ചെയ്യുന്നത് വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കടയിൽ പഠിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ടാണ് പഠിക്കാൻ പറ്റുക. അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ഏറ്റവും വേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ കുറഞ്ഞ സമയം കൊണ്ട് നല്ല രീതിയിൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മൾ താഴെ കമന്റ് ബോക്സിൽ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മുമ്പത്തെ ഇതുവരെ കഴിഞ്ഞു പോയ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടാവും. അല്ല, നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനും നമ്മുടെ മന്ത്ലി ഫീസ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ LGSന് നമ്മൾ ചെയ്ത ഹോട്ട് ടോപ്പിക്സിൻ്റെ സീരീസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കാനായും താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ട അതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും. ഏകദേശം 25 ക്ലാസ്സുകളാണ് അതിലുള്ളത്. അത് പ്രീ റെക്കോർഡ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ഒറ്റ പേയ്മെൻറ്റ് തന്നെ 25 ക്ലാസ്സുകളും ലഭിക്കും. ഈ 25 ക്ലാസ്സുകളിലായിട്ട് 90ലധികം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ എക്സാമുകൾക്കും തീർച്ചയായും പ്രതീക്ഷിച്ച് പോകേണ്ട ഒരു 90ലധികം ടോപ്പിക്കുകൾ നമ്മൾ അതിൽ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, അതും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. സ്റ്റഡി പ്ലസ് റിവിഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് റിവിഷൻ ചെയ്ത് ഇവിടെ തന്നെ പെർഫെക്റ്റ് ആക്കി തന്നെ പഠിച്ചു പോകാം. ഓരോ കോഡുകളും കണക്ഷനുകളും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ നമുക്ക് പഠിച്ചു പോകാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതും നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ഒന്ന് ശ്രദ്ധിക്കണം. തെറ്റായത് എന്നാണോ ശരിയായത് ആണോ ചോദിച്ചിട്ടുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്താണ് തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അതായത് തെറ്റായത്. അപ്പോൾ ആവശ്യമുള്ളവിടേക്ക് പോയിട്ട് തെറ്റിട്ട് വെക്കുക, ശരിയായത് ശരി ഇട്ട് വെക്കുക. എന്നിട്ട് ഒരു വട്ടം കൂടെ ചോദ്യം ഒന്ന് വായിക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. ദേശീയ പതാക ദീനാനാഥ് ഭാർഗവ. ഇതെന്താണ്? രൂപകൽപ്പന ചെയ്ത ആളെയാണ് കൊടുത്തിട്ടുള്ളത്. ദീനാനാഥ് ഭാർഗവ ആണോ? അല്ല. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. അപ്പൊ ഇതൊരു തെറ്റാണ്. അടുത്തത്, ദേശീയ പ്രതിജ്ഞ ആരാണ്? പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. അത് ശരിയാണ് അല്ലേ? ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. പൈതിമാരി വെങ്കട്ട സുബ്ബറാവു ഏത് ഭാഷയിലാണ് എഴുതിയത്? തെലുങ്ക് ഭാഷയിലാണ് എഴുതിയത്. അതുകൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ പൈതിമാരി വെങ്കട്ട സുബ്ബറാവു ഇത് ശരിയാണ്. നമ്മളിപ്പോൾ ആകെ 2 ഓപ്ഷൻ ഇതിൽ, അതായത് 2 കാര്യങ്ങളെ വായിച്ചിട്ടുള്ളൂ, 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ നോക്കിയിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒന്ന് തെറ്റാണ്. നമ്മളോട് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് തെറ്റാണ്. ഓക്കെ, തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒന്നില്ലാത്ത ഓപ്ഷനൊക്കെ നമ്മൾ കളയണം. ഓക്കെ, ഇത് കളഞ്ഞു, ഇതും കളഞ്ഞു. ഈ 2 ഒന്നില്ല. പിന്നെ രണ്ടാമത്തെ നോക്ക്, ദേശീയ പ്രതിജ്ഞ പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. അത് ശരിയാണ്. ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കട്ട സുബ്ബറാവു ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായതാണ്. അപ്പോൾ ഈ 2 ശരിയാണ്. അപ്പോൾ ഈ ഉത്തരം വരില്ലല്ലോ, കാരണം ഇതിൽ ഒരു ശരിയായ സാധനം ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇതും കട്ട് ചെയ്ത് കളഞ്ഞു. ആദ്യത്തെ 2 വായിച്ചു, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. ഇനി അഥവാ 3-ാമത്തെയും 4-ാമത്തെയും നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതാണെങ്കിൽ കൂടി നമ്മൾ നേരെ ആൻസറിലേക്ക് എത്തും. അപ്പോൾ ഈ രീതിയിൽ ആൻസർ ചെയ്യാൻ പഠിക്കുക. അതായത് ആദ്യത്തെ തന്നെ വായിച്ചു നോക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയാൻ പഠിക്കുക. പിന്നെ ഇതുപോലെ ഇടാൻ ശ്രമിക്കുക. ദേശീയ മുദ്ര റാം മനോഹർ സിൻഹ അല്ല. ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തതാണ് ദീനാനാഥ് ഭാർഗവ. ഈ റാം മനോഹർ സിൻഹ ആരാണ്? ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത്. എന്തിനാണ് നമ്മൾ മനോഹരം എന്നവിടെ പഠിക്കുന്നത്? അലങ്കരിച്ചത് എന്ന് പഠിച്ചാൽ പോരെ. അലങ്കരിച്ച് മനോഹരമാക്കിയത് എന്ന് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? റാം മനോഹർ സിൻഹ എന്ന് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കുക. ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് ആരാന്ന് ചോദിച്ചാൽ റാം മനോഹർ സിൻഹ. അപ്പൊ ഇതെന്താണ്? ഇതും തെറ്റാണ്. ദേശീയ മുദ്ര ആരാണ്? ദീനാനാഥ് ഭാർഗവയാണ്. അപ്പൊ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ദേശീയ ഗീതം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ അല്ല. ശ്രദ്ധിച്ചു പഠിക്കണം. ദേശീയ ഗാനം രചിച്ചതാണ് രവീന്ദ്രനാഥ് ടാഗോർ. ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അല്ലെ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിച്ചത്.
അപ്പൊ ഇത് 3 തെറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇങ്ങനെ തന്നെ ഇട്ട് വെക്കുക, എന്നിട്ട് ഒരു വട്ടം കൂടെ വായിക്കുക. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഉത്തരം 1, 3, 4 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. തെറ്റുള്ളത് തെറ്റിട്ട് വെക്കുക, ശരിയുള്ളത് ശരിയിട്ട് വെക്കുക, എന്നിട്ട് ഒരു വട്ടം കൂടെ ഇതൊന്ന് വായിക്കുക. അപ്പൊ നമുക്ക് കിട്ടും തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദേശീയ പതാക, ആരാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ദേശീയ പതാകയിൽ 3 നിറങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു. അപ്പൊ നമുക്ക് നിറങ്ങളെ വെച്ച് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കുങ്കുമം വെച്ചിട്ട് തന്നെ പിങ്കിനെ കണക്ട് ചെയ്യാം. ഓക്കെ, പിങ്ക് കുങ്കുമം വെച്ച്, കാരണം 3 നിറങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ള, പച്ച, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതിൽ പിങ്കിനെ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ഉണ്ടാക്കിയ ആളെ, അതായത് ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയായ പിംഗലി വെങ്കയ്യ നമുക്ക് കിട്ടും. പിംഗലി വെങ്കയ്യ. അപ്പൊ പിങ്ക് വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. പിങ്ക് വെച്ച് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? പിംഗലി വെങ്കയ്യ കിട്ടും. പിംഗലി വെങ്കയ്യ. അപ്പൊ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ഇദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. അതുകൂടെ ഒന്ന് പഠിക്കുക. ഈ പിംഗലി വെങ്കയ്യ, അതായത് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണ്? ആന്ധ്രാപ്രദേശുകാരനാണ്. ഈ ആന്ധ്ര സംസ്ഥാനമാണ് കേട്ടോ ആദ്യം രൂപീകൃതമായത്. അപ്പൊ ചോദ്യം വരും, ആദ്യം അതായത് ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം രൂപീകൃതമായ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്. ശ്രദ്ധിച്ച് പഠിച്ചോ. ആന്ധ്ര സംസ്ഥാനമാണ് രൂപീകൃതമായത്. അത് ആന്ധ്രാപ്രദേശായി മാറിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ അത് 1956, അതായത് നമ്മുടെ കേരളം ഉണ്ടായ വർഷം അതേ ദിവസം തന്നെ 1956 നവംബർ 1 കേരള പിറവി ദിനത്തിലാണ് ആന്ധ്രാപ്രദേശും രൂപീകൃതമായത്. ഈ ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമാവാൻ വേണ്ടി നിരാഹാരം കടന്ന ഒരു വ്യക്തി ഉണ്ട്, നമുക്ക് പഠിക്കാണ്ട് അല്ലേ. ആരാണ് നിരാഹാരം കടന്ന വ്യക്തി? നമുക്ക് പഠിക്കാണ്ടല്ലോ. ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്ന അല്ലെ, ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നത് ആരാണ്? പോറ്റി ശ്രീരാമലു ആണ്. എത്ര ദിവസമാണ്? 58 ദിവസമാണ് അദ്ദേഹം നിരാഹാരം കടന്നത്. 58 ദിവസം. 1953 പോറ്റി ശ്രീരാമലുവിന്റെ നിരാഹാരം പ്രകാരം, മീൻസ് നിരാഹാരം കടന്ന് അദ്ദേഹം അന്തരിക്കുകയാണ്. 58 ദിവസം കടന്നിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആന്ധ്രയിലെ അമരജീവി ആരാന്ന് ചോദിച്ചാൽ മറക്കരുത്. ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നത് ആരാണ്? പോറ്റി ശ്രീരാമലു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദ്യം വരാറുണ്ട്. അപ്പൊ എല്ലാവരും ഡൗട്ട് അടിച്ചിട്ട് വേഗം പോയിട്ട് കറപ്പിക്കും പോറ്റി ശ്രീരാമലു. അത് അദ്ദേഹമല്ല. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ ടി പ്രകാശമാണ്. ടി പ്രകാശം. ഓക്കെ, ടി പ്രകാശമാണ് എന്നറിയപ്പെടുന്നത്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്. നമ്മൾ പഠിച്ചത് എന്താണ്? ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്ന പോറ്റി ശ്രീരാമലു 58 ദിവസമാണ് കേട്ടോ. ഈ ദിവസം ഒന്ന് പഠിച്ചു വെക്കുക. 58 ദിവസമാണ് നിരാഹാരം കടന്നത്. 1953 ഒക്ടോബർ 1 ആദ്യമായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്. അത് ആന്ധ്രാപ്രദേശായി മാറിയത് കേരളം രൂപീകൃതമായ ദിവസം തന്നെയാണ് 1956 നവംബർ 1. നമുക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും പഠിച്ചു പോവാം. ഇവിടുന്ന് തന്നെ പഠിച്ച് സെറ്റാക്കിയിട്ട് പോകട്ടോ. അപ്പൊ കണക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. അത് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ദേശീയ പ്രതിജ്ഞ പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. നമ്മൾ ദേശീയ പതാക നമുക്ക് പഠിക്കാൻ ഒരു കോഡ് നമുക്ക് കിട്ടി. അതായത് പിങ്ക് ആലോചിച്ചാൽ നമുക്ക് ആരെ കിട്ടും? പിംഗലി വെങ്കയ്യ കിട്ടും. കുങ്കുമത്തിനെയും പിങ്കിനെയും കണക്ട് ചെയ്യുക. അപ്പോൾ പിംഗലി വെങ്കയ്യ നമുക്ക് കിട്ടും. ഓക്കെ, പിംഗലി വെങ്കയ്യ. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ്? ആന്ധ്രാപ്രദേശുകാരനാണ് അല്ലെ. അപ്പൊ അതും നമ്മൾ പഠിച്ചു. ഇനി ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ പൈതിമാരി വെങ്കട്ട സുബ്ബറാവു ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എപ്പോഴും ദേശീയ പ്രതിജ്ഞനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ട്രോളുകൾ കാണാറുണ്ട് അല്ലെ. എന്താണ്? ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്. ഈ സമയത്ത് ഓരോ മീമുകൾ ഇങ്ങനെ ഇറങ്ങും, ഇങ്ങനെ നോക്കിയിരിക്കുന്നതും അതായത് നമുക്ക് കിട്ടും. കാരണം എല്ലാവരും സഹോദരന്മാരായ നമ്മളൊക്കെ ആലോചിക്കും, എനിക്ക് കല്യാണം കഴിക്കണ്ടേ. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ട്രോൾ വെച്ച് കണക്ട് ചെയ്താൽ ഈ എഴുതിയ ആൾക്ക് എന്താണ്? പൈത്യമാണെന്ന് ആലോചിച്ചാൽ മതി. അതായത് ഇയാൾക്ക് എന്താ വട്ടാണോ ഇങ്ങനെയൊക്കെ എഴുതാനെന്ന് ആലോചിക്കൂല. അപ്പൊ പൈത്യം അത് ആലോചിച്ചാൽ പൈതിമാരി വെങ്കട്ട സുബ്ബറാവു കിട്ടും. പൈത്യം. ദേശീയ പ്രതിജ്ഞ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം അതിന്റെ ട്രോളുകളെ പറ്റി ആലോചിക്കുക. ട്രോളുകളെ എന്തുമായിട്ട് കണക്ട് ചെയ്യുക? അതായത് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ തന്നെ ട്രോൾ ഇറങ്ങും. ഓക്കെ, സഹോദരന്മാരാണ്. അപ്പൊ ഇയാൾക്ക് എന്താ പൈത്യം അങ്ങനെ എഴുതി വെക്കാൻ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ പൈത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വട്ട്. അപ്പൊ അങ്ങനെ ആലോചിക്കുക. തമിഴിൽ പൈത്യം എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പൈതിമാരി വെങ്കട്ട സുബ്ബറാവു ആണ് എന്ത് എഴുതിയത്? ദേശീയ പ്രതിജ്ഞ എഴുതിയത്. ഓക്കെ, ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. ഓക്കെ, ഇനി ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തതാണ് ദീനാനാഥ് ഭാർഗവ. ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്ര ദീനാനാഥ് ഭാർഗവ. അപ്പൊ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ഒരു വട്ടം കൂടെ പഠിച്ചു, അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്.
നമ്മൾ ഈ ട്രോളുകളിലൊക്കെ എപ്പോഴും കാണും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് കാണുമ്പോൾ അതിൽ ട്രോള് വരും. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരായ എനിക്കെന്താ കല്യാണം കഴിക്കണ്ട, ഇയാൾക്ക് എന്താ വട്ട, ഇങ്ങനെയൊക്കെ എഴുതി വെക്കാതെ നമ്മൾ ആലോചിക്കും. അപ്പൊ എന്താണ് പൈത്യം? അപ്പൊ പൈത്യം നാലിസം നമുക്ക് എന്ത് കിട്ടും? പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുക. പൈതിമാരി വെങ്കട്ട സുബ്ബറാവു ആണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയിട്ടുള്ളത്. ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ. ദീനാനാഥ് ഭാർഗവ. ഓക്കെ, ഇനി ദേശീയ ഗീതം രവീന്ദ്രനാഥ് ടാഗോർ. വേഗം ഡൗട്ട് അടിച്ച് സ്പീഡിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതെങ്കിൽ വേഗം പോയിട്ട് അത് ശരിയാണെന്ന് അവിടെ ഇട്ട് വെക്കും. അത് ശരിയല്ല, ഒന്ന് നേരെ വായിച്ചു നോക്ക്. ദേശീയ ഗീതമാണ്, ദേശീയ ഗാനമായ ജനഗണമനയാണ് ആര് രചിച്ചത്? രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചത്. നമ്മുടെ ദേശീയ ഗീതം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പൊ ഈ ദേശീയ ഗീതവും രവീന്ദ്രനാഥ് ടാഗോറും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? നമ്മുടെ ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോറാണ്. എന്നാൽ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ടാഗോർ അല്ല, അത് സരളാദേവിയാണ്. അതും ഇവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം അത് പഠിച്ചു വെച്ചോ. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇത് എടുത്തിട്ടുള്ളത്. ദേശീയ ഗീതം ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതും പഠിച്ചു വെക്കുക, ആനന്ദമഠം. ഓക്കെ, അപ്പൊ ദേശീയ ഗീതം രവീന്ദ്രനാഥ് ടാഗോർ അല്ല, ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനം രചിച്ചത് ആരാന്ന് ചോദിച്ചാലാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, അപ്പൊ അതുവരെ കിട്ടിയല്ലോ. അപ്പൊ ഇദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ്? അതായത് നമ്മുടെ പിംഗലി വെങ്കയ്യ എന്താണ് രൂപകൽപ്പന ചെയ്തത്? നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ദേശീയ പതാകയിൽ 3 നിറങ്ങളാണുള്ളത്: കുങ്കുമം, വെള്ള, പച്ച. ഓരോ നിറങ്ങളും ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഓർമ്മ ഉണ്ടാവുമല്ലോ. വെള്ള എന്തിനാണ്? സത്യം, സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. പിന്നെ പച്ച സമൃദ്ധി, ഫലഭൂഷ്ടി എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ കുങ്കുമം എന്തിനാണ്? ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. അപ്പൊ അത് പഠിച്ചു വെക്കണം. ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പഠിച്ചു വെക്കണം. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചൂഴ്ന്നിട്ടാണ് PSC ചോദ്യം ചോദിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത്. ഇവിടെ സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ മതി, ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാന്ന് മാത്രം ചോദിച്ചാൽ മതി. പക്ഷെ അവിടെ ചോദിച്ചിട്ടുള്ളത് ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ. അവിടെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണെന്നാണ്. പിംഗലി വെങ്കയ്യ വരെ അവിടെ കൊടുത്തു. പിന്നെ എന്താണ് ഇവിടെ ചോദ്യം നമ്മൾ ആലോചിക്കും. അപ്പൊ അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണെന്ന് പഠിച്ചു വെക്കുക. ആന്ധ്രാപ്രദേശുകാരനാണ്. അപ്പൊ നമ്മൾ അതുമായി കണക്ട് ചെയ്ത് എന്ത് പഠിച്ചു? ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായ വർഷം കൃത്യമായി പഠിക്കണം. 1953 1953 ഒക്ടോബർ 1 ഒക്ടോബർ 1. അത് ആന്ധ്രാപ്രദേശായി മാറിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1956 നവംബർ 1 കേരള പിറവി ദിനത്തിലാണ്. അപ്പൊ അത്ര കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് നോക്കാം ദേശീയ പതാക ആരാണ്? പതാക പിങ്ക് കളർ ആലോചിക്കുക. പിംഗലി വെങ്കയ്യ നമുക്ക് കിട്ടും. പിന്നെ ദേശീയ പ്രതിജ്ഞ അയാൾക്ക് എന്താ പ്രാന്ത വട്ട പൈത്യം എന്നാലോചിച്ചാൽ എന്താണ്? പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. പൈത്യം എന്നാലോചിച്ചാൽ പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. ദേശീയ മുദ്ര ദീനാനാഥ് ഭാർഗവ. ദീനാനാഥ് ഭാർഗവയാണ് ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത്. സിംഹമുദ്ര ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ. ദേശീയ ഗാനം ഏതാണ്? വന്ദേ മാതരം. അത് ആരാണ്? ദേശീയ ഗാനം ജനഗണമന അത് രവീന്ദ്രനാഥ് ടാഗോർ. ദേശീയ ഗീതമാണ് വന്ദേ മാതരം, അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അത് രണ്ടും മാറിപ്പോയത്. ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ് അല്ലെ? ജനഗണമന അത് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എപ്പോഴും ചോദ്യം വരാറുണ്ട് അല്ലെ? ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയമാണ് 52 സെക്കൻഡ്. 52 സെക്കൻഡ് ആലോചിച്ച് നോക്കുക. 52 സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി. അത് ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തതെന്നാണ് ചോദ്യം വരിക. അപ്പൊ കണക്ട് ചെയ്ത് താഴേക്കുള്ളത് പഠിക്കുക. അപ്പോൾ ദേശീയ ഗാനം അല്ല ദേശീയ ഗീതം രചിച്ചതായിരുന്നു പഠിക്കുന്നതിനോടൊപ്പം തന്നെ ദേശീയ ഗീതം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ആനന്ദമഠം. ഓക്കെ, ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്? ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് സരളാദേവിയാണ്. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അടുത്ത ക്വസ്റ്റ്യൻ വാദിക്കുക. ഓക്കെ, അപ്പൊ അതിൽ കിട്ടും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. അതായത് ശരിയായത് മാത്രം. അപ്പൊ ശരിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ ഗീതം അംഗീകരിച്ചത്. ഒരു കാര്യം പഠിച്ചോ, ഇന്ത്യയുടെ ദേശീയ ഗാനവും ഗീതവും ഒരേ ദിവസമാണ് അംഗീകരിച്ചത് അല്ലെ? ഇന്ത്യയുടെ ദേശീയ ഗാനവും ഗീതവും ഒരേ ദിവസമാണ് അംഗീകരിച്ചത്. ആ ദിവസം പഠിക്കാനുള്ള ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടുവെച്ചോ, ഇത് തെറ്റാണ്. ജനുവരി 26 ജനുവരി 24 അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ധൃതി പിടിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ശരിയാക്കിയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഇത് തെറ്റാണ്. ശ്രദ്ധിച്ചു വായിക്കുക. ഓക്കെ, ഇത് തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുക. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് നമുക്കറിയാം. ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. പക്ഷെ എന്ത് ഗാനമല്ല,
ഗീതമാണ്. ഓക്കെ, ദേശീയ ഗീതമാണ് ആദ്യമായി കൊൽക്കത്ത 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ ആലപിച്ചത്. അപ്പൊ ഇതും തെറ്റാണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ വായിക്കുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് ആലോചിച്ചിട്ട് അതും പോയിട്ട് തെറ്റാണെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് തെറ്റല്ല, ഇത് ശരിയാണ്. ഓക്കെ, ഇത് ശരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ്. അപ്പൊ അറിയാത്ത ഒരാൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഇല്ല, അയാളല്ല, അദ്ദേഹമല്ല ഇതെന്ത് ഈ ഗാനം ആലപിച്ചത്, അദ്ദേഹമല്ല ഇത് ആലപിച്ചത് എന്ന് ആലോചിച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഒന്ന്, ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് സരളാദേവി, അതും ശരിയാണ്. അപ്പൊ ഗാനം ആദ്യമായി ആലപിച്ചത് സരളാദേവി, ഗീതം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, രചിച്ചത് ആരാണ്? ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറും ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പൊ അവിടെ ശരിയായത് മാത്രമാണ്. അപ്പൊ 3, 4 ആണ് നമ്മുടെ ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് നോക്കാം, ഇന്ത്യയുടെ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോഴാണ്? 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗാനം അംഗീകരിച്ചത്. ദേശീയ ഗാനവും ഗീതവും ഒരു ദിവസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടും കണക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ദേശീയ ഗാനവും ഗീതവും നമുക്കറിയാം. നമ്മുടെ റിപ്പബ്ലിക് ഡേ എന്നാണ്? ജനുവരി 26 എന്നാണ് റിപ്പബ്ലിക് ഡേ? ജനുവരി 26 അപ്പൊ അത് വെച്ച് നിങ്ങളൊന്ന് കണക്ട് ചെയ്യോ. ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ. അപ്പൊ നമ്മൾ സ്കൂളിൽ വന്നിട്ട് കുട്ടികളോട് എന്ത് പറയും? മറ്റന്നാൾ റിപ്പബ്ലിക് ഡേ ആണ്, അപ്പൊ അതായത് ദേശീയ ഗാനം ആലപിക്കാനുള്ള കുട്ടികൾ മാറി നിൽക്കുക, അവർ പോയിട്ട് നാളെ ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മറ്റന്നാൾ വന്നിട്ട് ആലപിക്കുക. അപ്പൊ 24 തന്നെ നമ്മൾ പോയിട്ട് കാര്യം പറയുമല്ലോ. 26 അവിടെ പരിപാടി ഉള്ളതാണ്, റിപ്പബ്ലിക് ഡേന്റെ പരിപാടി ഉള്ളതാണ്. അപ്പൊ 24 തന്നെ കുട്ടികളെ പോയിട്ട് റെഡിയാക്കാണ്. അപ്പൊ 24 കുട്ടികൾക്ക് ഈ പാട്ട് കൊടുക്കണമെങ്കിൽ, അതായത് ഈ ഗാനം ആലപിക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം? ആ ഗാനം അന്ന് അംഗീകരിച്ചിട്ടുണ്ടാവണം. അപ്പൊ 24 ഇതങ്ങോട്ട് അംഗീകരിക്കുകയാണ്. അപ്പൊ ആലോചിച്ച് വെച്ചോ, 24 അംഗീകരിച്ചാലേ 26 ഇത് ആലപിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കണമെങ്കിൽ എന്ത് വേണം? അത് അംഗീകരിക്കണം. അപ്പൊ 2 ദിവസം മുമ്പ് 24 അത് അംഗീകരിച്ചു. 25 കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള ദിവസവും 26 വന്നിട്ട് ആലപിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ 24 അംഗീകരിച്ചത്. എങ്ങനെയാണ് നമ്മൾ ഓർത്തു വെച്ചത്? 1950 ജനുവരി 26 അന്ന് നമ്മൾ എന്താണ്? ജനുവരി 26 നമുക്ക് എന്ത് വേണം? റിപ്പബ്ലിക് ഡേക്ക് ഇത് ആലപിക്കണമെങ്കിൽ 2 ദിവസം മുമ്പെങ്കിലും ഇത് അംഗീകരിച്ചിട്ടുണ്ടാവണം. അപ്പൊ 24 അംഗീകരിച്ചത് എന്നത് ഓർത്തു വെക്കുക. 24 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗാനവും ഗീതവും അംഗീകരിച്ചത്. ഓക്കെ, ഇനി ദേശീയ പതാക അംഗീകരിച്ചത്, ഇതും നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. 1947 ജൂലൈ 22 ജൂലൈ നമുക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയത്. നമുക്കൊക്കെ അറിയാം, സ്വാതന്ത്ര്യത്തിന് നമ്മൾ എന്ത് ചെയ്യും? പതാക ഉയർത്തും, അല്ലേ? പതാക ഉയർത്തണമെങ്കിൽ ആദ്യം പതാക വേണം. അപ്പോൾ ഓഗസ്റ്റ് 15 പതാക ഉയർത്തണമെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള മാസം, അതായത് ജൂലൈ ആണ്. ജൂലൈ 22 അംഗീകരിച്ചത്. തൊട്ട് മുമ്പുള്ള മാസമെങ്കിലും എന്ത് അംഗീകരിച്ചിട്ടുണ്ടാവണം? പതാക അംഗീകരിച്ചിട്ടുണ്ടാവണം. അപ്പൊ 1947 ഏത് മാസമാണെന്ന് ഓർത്തു വെക്കാൻ നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് മുമ്പത്തെ മാസം. സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് 15 അപ്പൊ പതാക ഉയർത്തണ്ടേ? അതിന് ആദ്യം പതാക വേണം. അപ്പൊ അത് അംഗീകരിക്കണം. അത് തൊട്ട് മുമ്പുള്ള മാസം തന്നെ അംഗീകരിച്ചു. അപ്പൊ ഈ 2 കാര്യങ്ങൾ പഠിച്ചല്ലോ. ഗാനവും ഗീതവും അംഗീകരിച്ചത് 1950 ജനുവരി 24 1947 സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം, അടുത്ത മാസം സ്വാതന്ത്ര്യം കിട്ടണം. അപ്പൊ പതാക ഉയർത്തണം, അല്ലേ? ഓഗസ്റ്റ് 15 പതാക ഉയർത്തണമെങ്കിൽ എന്ത് വേണം? ആദ്യം പതാക വേണം. അപ്പൊ ജൂലൈ 22 പതാക അംഗീകരിച്ചു. ഓക്കെ, ഇനി അടുത്തത് ദേശീയ മുദ്ര. എപ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത്? അത് 1950 ജനുവരി 26 ദേശീയ മുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത്. നമ്മുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ, നമ്മുടെ റോയൽ ബംഗാൾ കടുവയാണ് അല്ലേ നമ്മുടെ ദേശീയ മൃഗം. ഏതാണ് നമ്മുടെ ദേശീയ മൃഗം? നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ ചെറിയ പോയിന്റ്സ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒട്ടും വൈകാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ 1972 കടുവയെ, അതായത് റോയൽ ബംഗാൾ കടുവയെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചത്. അപ്പൊ നമുക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, 1972 അംഗീകരിച്ചത്. അപ്പൊ അതിനു മുമ്പ് ആരായിരുന്നു? അതിനു മുമ്പ് സിംഹമായിരുന്നു. ഓക്കെ, സിംഹം. ഓക്കെ, സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം. ദേശീയ മൃഗം ആദ്യം സിംഹമായിരുന്നു. 1972 കടുവയായത്. 1972 കടുവ, റോയൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. അപ്പൊ കടുവയുടെ ശാസ്ത്രീയ നാമം ചോദിക്കും, പാന്തേര ടൈഗ്രിസ് എന്നാണ് കേട്ടോ. പാന്തേര ടൈഗ്രിസ്. ആലോചിച്ചോ, ടൈഗർ എന്നാണ് നമ്മൾ കടുവയെ പറയുക. അപ്പൊ ടൈഗർ
ടൈഗ്രീസ്, സിമ്പിൾ ആണ്. അപ്പൊ ടൈഗർ, ടൈഗ്രീസ് 1972 1972. അതിന് മുമ്പ് ആരായിരുന്നു പഠിക്കണം? സിംഹമാണ്. 1972 വരെ സിംഹമായിരുന്നു. 1972 ആരായി? ടൈഗറായി, അതായത് റോയൽ ബംഗാൾ കടുവയായി. അപ്പൊ ഈ ടൈഗർ വെച്ച് ഈ 72 വെച്ചിട്ട് ഒരു കാര്യം കൂടെ പഠിച്ചു. 1973 അതായത് അതിന്റെ തൊട്ടടുത്ത വർഷമാണ് പ്രൊജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ചത്. അപ്പൊ അതുകൂടെ അതിന്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ആദ്യം ടൈഗറിനെ അംഗീകരിച്ചല്ലേ പ്രൊജക്ട് ടൈഗർ എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചത് എപ്പോഴാണ്? 1972. അതിനു മുമ്പ് സിംഹമാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ തലസ്ഥാനം, ഇന്ത്യയുടെ ആദ്യത്തെ തലസ്ഥാനം ഡൽഹി അല്ല. ആദ്യം തലസ്ഥാനം ഏതായിരുന്നു? കൊൽക്കത്തയായിരുന്നു. കൊൽക്കത്തയായിരുന്നു ആദ്യം ഇന്ത്യയുടെ തലസ്ഥാനം. പിന്നീട് മാറിയതാണ്. 1911 കൊൽക്കത്ത മാറി ഡൽഹി ആയത്. അപ്പൊ അതും പഠിച്ചു വെക്കുക. 1911 കൊൽക്കത്ത ആദ്യം തലസ്ഥാനം ഏതായിരുന്നു ചോദിച്ചാൽ കൊൽക്കത്തയാണ്. അത് മാറി ഡൽഹി ആയത് എപ്പോഴാണ്? 1911. അപ്പൊ അതും ഇതിന്റെ ഒപ്പം കണക്ട് ചെയ്ത് പഠിക്കുമല്ലോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദേശീയ പ്രതിജ്ഞ അംഗീകരിച്ചത് എപ്പോഴാണ്? 1965 കേട്ടോ. 1965 ദേശീയ പ്രതിജ്ഞ. ഇനി ദേശീയ പൈതൃക മൃഗം അത് അംഗീകരിച്ചത് എപ്പോഴാണ്? അത് ആരാണ് ആദ്യം? ആനയാണ് അല്ലെ? ആനയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ആനയാണ് ദേശീയ പൈതൃക മൃഗം. 2010 ആനയായത്. 2010 ഒക്ടോബർ 22. ഓക്കെ, 2010 ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ചത്. ഓക്കെ, ഇനി നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതെന്ന് ചോദിച്ചാലും ആനയാണ് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കുക. അപ്പൊ അതുകൊണ്ട് എന്ത് ഇമ്പോർട്ടന്റ് ആണ്? അതിന്റെ ശാസ്ത്രീയ നാമം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനക്ക് നമ്മൾ എന്ത് പറയും? എലിഫന്റ് എന്ന് പറയും. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഓക്കെ, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനക്ക് എലിഫന്റ് എന്നാണ് പറയുന്നത്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. നമുക്ക് കടുവക്ക് ടൈഗർ എന്നാണ് പറയുന്നത്. പാന്തേര ടൈഗ്രീസ്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണ്. ഇനി ദേശീയ നദി 2008 നവംബർ 4 അംഗീകരിച്ചത്. ആദ്യം ദേശീയ നദി അംഗീകരിക്കണം, എന്നാലേ ദേശീയ ജലജീവിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഒന്ന് പഠിച്ചു വെച്ചോ. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. അതായത് 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത്. ഈ ഗംഗയിലുള്ള ഒരു ജീവിയാണ്, അതായത് ഈ ഗംഗയിലുള്ള ജലജീവിയാണ് ഏത്? ഗംഗാ ഡോൾഫിൻ. അപ്പൊ ഗംഗാ ഡോൾഫിനെയും നിങ്ങൾക്ക് അവിടെ തന്നെ കണക്ട് ചെയ്യുക. ഗംഗാ ഡോൾഫിൻ. അപ്പൊ ആദ്യം എന്ത് അംഗീകരിക്കണം? ആദ്യം ഗംഗയെ അംഗീകരിച്ചാലേ പിന്നെ ഗംഗാ ഡോൾഫിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2008 നവംബർ 4 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി അംഗീകരിച്ചത്. ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2009 ഒക്ടോബർ 5. 2009 ഒക്ടോബർ 5. അപ്പൊ 2008 നവംബർ 4 ഗംഗയെ അംഗീകരിച്ചത്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൂടവാ. 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായി അംഗീകരിച്ചത്. 2008 നവംബർ 4. ഇനി ദേശീയ ജലജീവി ഏതാ? ആദ്യം ഗംഗ വന്നു, പിന്നെ ആര് വരും? ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഗംഗാ ഡോൾഫിൻ ആണ്. ദേശീയ മത്സ്യം ഗംഗാ ഡോൾഫിൻ അല്ല. ദേശീയ മത്സ്യം അയലയാണ് കേട്ടോ. ദേശീയ മത്സ്യം അയലയാണ്. അപ്പൊ അതും പഠിച്ചു വെക്കാം. ദേശീയ ജലജീവി 2009 ഒക്ടോബർ 5 അംഗീകരിച്ചത് ഗംഗാ ഡോൾഫിൻ ആണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഈ ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇനി 2 വർഷങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. 2 വർഷങ്ങൾ പഠിക്കാണ്ട്. ഒന്ന് 1896. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വർഷമുണ്ട്. ഇത് കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ. കൊടുത്തിട്ടില്ല, ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ഇല്ല, കൊടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും പഠിച്ചു പോവാം. 1896 നമ്മൾ പഠിച്ചു. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം അംഗീകരിച്ചത് 1896 നമ്മൾ പഠിച്ചു. അവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, അംഗീകരിച്ചു. 1896 അംഗീകരിച്ചു. ഓക്കെ, 1896 അംഗീകരിച്ചു. എന്ത്? 1896 ദേശീയ ഗീതമാണ്. ഗീതം 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗീതം. 1911 രണ്ടും കൊൽക്കത്ത സമ്മേളനമാണ്. അതിലാണ് ദേശീയ ഗാനം. ഗാനം 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഗീതം 1896 അംഗീകരിച്ചല്ല, ആദ്യമായി ആലപിച്ചതാണ് കേട്ടോ. അംഗീകരിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 1950 ജനുവരി 24 നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അംഗീകരിക്കണ്ടേ? ആദ്യം അംഗീകരിച്ചാലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ. അതായത് 24 അംഗീകരിച്ചാലേ 26 റിപ്പബ്ലിക് ഡേക്ക് നമുക്കത് ആലപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് പഠിച്ചാൽ മതി. ഇത് ആദ്യമായിട്ട് ആലപിച്ചത് 1911 ദേശീയ ഗാനം 1911 ദേശീയ ഗീതം 1896 ദേശീയ ഗാനം ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ സരളാദേവിയാണ്. ദേശീയ ഗാനം ആരുടെ? രവീന്ദ്രനാഥ് ടാഗോറാണ് രചിച്ചത്. അദ്ദേഹത്തിന്റെ മരുമകളാണ് സരളാദേവി. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ സരളാദേവിയാണ് 1911 എന്ത് ആലപിച്ചത്? ദേശീയ ഗാനം ആലപിച്ചത്. ദേശീയ ഗീതം ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ്
ടാഗോർ ആണ്. അപ്പൊ അംഗീകരിച്ചത് പഠിച്ചു വെക്കുക, അംഗീകരിച്ചത് ശ്രദ്ധിച്ച് പഠിക്കുക. ആദ്യം ആലപിച്ചതാണ് ഇത് കൊൽക്കത്ത സമ്മേളനങ്ങൾ, രണ്ടും കൊൽക്കത്ത സമ്മേളനങ്ങളാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഈ സാധനത്തിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയോ, ഈ ശരിയല്ലാത്തതെന്ന് കാണുമ്പോൾ ശരി അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ പോയിട്ട് ശരിയായതിനെ പോയി തിരഞ്ഞെടുക്കും. ശരിയല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്, ശരി കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് വാക്കുകൾ ഇവിടെ ഉണ്ട്, കുറച്ച് അക്ഷരങ്ങളുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് വായിക്കുക. ശരിയല്ലാത്തതാണ്. ഓക്കെ, ശ്രദ്ധിച്ച് വായിച്ച ആൻസർ ചെയ്യുക. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് നിങ്ങൾ, കഷ്ടപ്പെട്ട് ഒരുപാട് സമയം മെനക്കെടുത്തി ഒരുപാട് ഉറക്കമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് അവിടെ പോകുന്നത്. അപ്പൊ ചെറിയ സിമ്പിൾ ഫാൾട്ടുകൾ കൊണ്ടാണ് നല്ല നല്ല മാർക്കുകൾ പോവുക. കാരണം അറിയുന്ന കാര്യമാണിത്, അധിക സമയമൊന്നും വേണ്ടി വരില്ല. കാരണം അത് കറുപ്പിച്ച് കഴിഞ്ഞ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാളി തെറ്റിപ്പോയി. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ 2-3 മിനിറ്റ് കഴിഞ്ഞ് ചിന്തിക്കുന്ന ആ ഭാഗം നേരത്തെ തന്നെ ചിന്തിച്ച് അതൊന്ന് സെറ്റാക്കി വെക്കുക. അതായത് നേരെ ആദ്യം വായിച്ച് സ്വബോധത്തിലാണ് ഞാൻ വായിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തി നേരെ വായിച്ച് ആൻസർ ചെയ്തിട്ട് പോയാൽ മതി. ഇത്രയും കാലത്തെ കഷ്ടപ്പാട് ഓരോ മാർക്ക് കൊണ്ടേ കാരണം പോവുക. അപ്പൊ അത് പോവരുത്. ഓരോ ചോദ്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ വായിക്കണം. അത് ആദ്യം മനസ്സിൽ കയറ്റണം. ശരിയല്ലാത്തതാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്, അപ്പൊ ഞാൻ ശരിയല്ലാത്തതാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. ശരിയായത് ചോദിച്ചാൽ ശരിയായതാണ് ആൻസർ ചെയ്യേണ്ടത്. ആ ബോധം എപ്പോഴും മനസ്സിലുണ്ടാവണം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ട. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. ആദ്യം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 7 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. എന്താണ്? തെറ്റാണ്. ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് 9 രാജ്യങ്ങളുമായിട്ടാണ്. ഈ 7ന്റെ കണക്ക് എന്താ? 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. എണ്ണങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. കര അതിർത്തി 9 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. അതിൽ 7 രാജ്യങ്ങളുമായി കര അതിർത്തിയും 2 രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തിയും. ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലദ്വീപ് 2 രാജ്യങ്ങളാണ്. ഇനി അടുത്തത് നോക്കാം. അപ്പൊ ഇത് തെറ്റാണ്. ശരിയല്ലാത്തതെന്ന് പറയുമ്പോൾ ഇത് ശരിയല്ല. അപ്പൊ 1 വരും അല്ലേ? 1 വരും. അപ്പൊ ഇതും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് കളയാം. ഇനി അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അത് പോയിട്ട് ശരിയിടും. അതും തെറ്റാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമല്ല, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? കിട്ടിയില്ലേ? ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ് കേട്ടോ. ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ഇതും തെറ്റാണ്. ഓക്കെ, ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അതെന്താണ്? അത് ശരിയാണ്. ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം, ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഏത്? അഫ്ഗാനിസ്ഥാനാണ്. അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. ഇതിൽ എന്താണ് തെറ്റ്? 7 രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നതാണ് കൊടുത്തിട്ടുള്ളത്. അത് 9 രാജ്യങ്ങളുമായിട്ടാണ്. ഞാൻ ശ്രദ്ധിച്ച് പഠിപ്പിച്ചു തരാം. 9 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. അതായത് ടോട്ടൽ 9 രാജ്യങ്ങൾ ഇന്ത്യ അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ 7 രാജ്യങ്ങളുമായിട്ട് കര അതിർത്തിയാണ് പങ്കിടുന്നത്. അതായത് കര അതിർത്തിയാണ് 7 രാജ്യങ്ങളുമായി പങ്കിടുന്നത്. 2 രാജ്യങ്ങളുമായിട്ടാണ് എന്ത് പങ്കിടുന്നത്? സമുദ്ര അതിർത്തി അഥവാ കടൽ അതിർത്തി പങ്കിടുന്നത് 2 രാജ്യങ്ങൾ. അപ്പൊ 7 + 2 9 നമ്മുടെ ആൻസർ വരിക. ഓക്കെ, 7 + 2 കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ 7 രാജ്യങ്ങളുമായി ശ്രദ്ധിച്ച് തന്നെ വായിക്കണ്ട. ഇവിടെ നമുക്ക് 7 എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ആൻസർ ചെയ്യും. 7 രാജ്യങ്ങളുമായി കര അതിർത്തി എന്ന് പ്രത്യേകം കൊടുത്താൽ മാത്രം ആൻസർ ചെയ്യുക. കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് പിന്നെയും പറയുന്നത്. 7 രാജ്യങ്ങളുമായി കര അതിർത്തിയാണ്. അതിർത്തി പങ്കിടുന്നതെന്ന് കൊടുത്താൽ ഇതൊക്കെ പെടും. സമുദ്രാതിർത്തിയും അതിർത്തിയാണ്. ഓക്കെ, അപ്പൊ സമുദ്രാതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്. ഓക്കെ, ശ്രീലങ്ക, മാലിദ്വീപ് ആണ് സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങൾ. ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ ഇന്ത്യ ഇത് നമ്മുടെ ഇന്ത്യ ആണെന്ന് വെക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യയാണ്. ഇതിന്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു രാജ്യം അവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു രാജ്യമുണ്ട്. ഓക്കെ, ഇത് കണ്ടോ? ഇതിൽ നമുക്കറിയാം, വലുപ്പത്തിൽ നമുക്കറിയാം. ഇത് കണ്ടോ? ഇതാണ് ചൈന എന്ന് വിചാരിക്കുക. ഇതാണ് ചൈന, ഇത് ചൈനയാണ്. അപ്പൊ നമുക്കറിയാം ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഈ ചൈനയാണ് ഏറ്റവും വലിയ അയൽ രാജ്യം. കാരണം എന്താ? ഈ സാധനത്തിന് അത്ര, ഈ രാജ്യത്തിന് അത്ര വലുപ്പമുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നില്ല. ഇവിടെ ഇതിന്റെ അതിർത്തി നോക്കുക, ഇത്ര ഭാഗങ്ങളുമായിട്ട് ഈ രാജ്യം അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ വലിയ ഒരു അതിർത്തി ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഓക്കെ, ക്ലിയർ അല്ലേ? ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. അപ്പൊ 2 കാര്യങ്ങളും പഠിച്ചല്ലോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ മാലിദ്വീപ് ആണ് കേട്ടോ. മാലിദ്വീപ്. ഓക്കെ,
ഏറ്റവും ചെറിയ അയൽരാജ്യമാണ് മാലദ്വീപ്. പക്ഷെ ഒരു ചോദ്യം കൂടെ അവിടെ വരും. മാലദ്വീപ് പഠിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ പഠിച്ചോ. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതെന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ഭൂട്ടാനാണ് കേട്ടോ. ഭൂട്ടാനാണ്. ഓക്കെ, അത് അങ്ങനെ ചോദിച്ചാൽ മാത്രമേ ഭൂട്ടാൻ ആൻസർ വരുള്ളൂ. അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ മാലദ്വീപാണ്. എന്നാൽ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ് കേട്ടോ. ഭൂട്ടാനാണ്. ഇനി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. തീൻ ബേഗ കോറിഡോർ എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ അറിയപ്പെടുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓർമ്മ ഉണ്ടല്ലോ. ഇന്ത്യ ബംഗ്ലാദേശ്, ബംഗ്ലാ ബേഗ ബിയെ വെച്ച് കണക്ട് ചെയ്യുക, ബംഗ്ലാ ബേഗ. ഓക്കെ, തീൻ ബേഗ കോറിഡോർ. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്, അതായത് കൂടുതൽ അതിർത്തിയാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കുറവ് ഏതാന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഞാൻ ചോദ്യം ചോദിക്കാം, വ്യക്തമായിട്ട് കേട്ടൊന്ന് ആൻസർ പറ. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാ? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? കിട്ടിയല്ലോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ നേരെ പോയിട്ട് മാലദ്വീപ് എന്ന് പറയരുത്. കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഏറ്റവും ചെറിയ രാജ്യം മാലദ്വീപാണ്. പക്ഷെ മാലദ്വീപ് എന്താണ്? സമുദ്ര അതിർത്തിയാണ്. എന്നാൽ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതെന്ന് ചോദ്യം വന്നാൽ നമ്മൾ പറയും ഭൂട്ടാനാണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇനി നമുക്ക് അതിർത്തി രേഖകൾ പഠിക്കണ്ടേ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്ത് പേരിലാണ്? ഓർമ്മ ഉണ്ടാവൂല്ലേ? പെട്ടെന്ന് മനസ്സിൽ ഓടിച്ചുകൂടി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖയാണ് അല്ലെ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ ചോദിച്ചാൽ അത് മക്മോഹൻ രേഖയാണ്. മക്മോഹൻ രേഖയാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണെന്ന് നമുക്കറിയാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരികയാണ് ഏറ്റവും വലിയ അതിർത്തി രേഖയാണ് ഏത്? മക്മോഹൻ രേഖ എന്ന് തന്നാൽ അതെന്താണ്? തെറ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. അപ്പൊ ഏറ്റവും വലിയ അതിർത്തി രേഖ ഏതാണ്? തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ. ഓർത്തു വെക്കുക, തീൻ ബേഗ കോറിഡോർ ആണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് ബേഗ ബംഗ്ലാ. വെച്ചിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ. ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. ഈ ഡ്യൂറന്റ് രേഖയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഏതെന്ന് ചോദിച്ചാലും നമുക്ക് ഡ്യൂറന്റ് രേഖയാണ് ഉത്തരം വരിക. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും ഡ്യൂറന്റ് രേഖയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും ഡ്യൂറന്റ് രേഖയാണ്. ഓക്കെ, ഡ്യൂറന്റ് രേഖ. അപ്പൊ ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ഏറ്റവും ചെറിയ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. ഓക്കെ, ഇനി ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക്. അല്ലെങ്കിൽ വേറൊന്ന് വരും ഗൾഫ് ഓഫ് മാന്നാർ. ഏത് വന്നാലും സൂക്ഷിച്ച് ആൻസർ ചെയ്യണം. രണ്ടും ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ്. ഇന്ത്യ ശ്രീലങ്ക ഏതാണ്? ഗൾഫ് ഓഫ് മാന്നാർ. പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ ഏതിന്റെയാണ്? ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ്. നമുക്ക് ചോദ്യം വരും, ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ചോദിച്ചാൽ സിമ്പിൾ ആണ്. ശ്രീനാരായണ ഗുരു, ശ്രീലങ്ക അല്ലെ. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. വിദേശ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്ന് ചോദ്യം വന്നാലും ശ്രീനാരായണ ഗുരുവാണ്. ഏത് തപാൽ സ്റ്റാമ്പിലാണ്? ഏതാണ് ആ വിദേശം? ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീലങ്കയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ
അതും കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ പാക് കടലിടുക്ക്, പിന്നെ ഏതാണ് ഗൾഫ് ഓഫ് മാന്നാർ, രണ്ടും ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ. ഇനി ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖ. ഇത്രയും അതിർത്തി രേഖകൾ എന്തായാലും പഠിച്ചു വെക്കുക. 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖ. ഇനി ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക അതിർത്തി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതും ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചോ. ലൈൻ ഓഫ് കൺട്രോൾ, അഥവാ LOC ആണ്. ലൈൻ ഓഫ് കൺട്രോൾ ആണ് ഇന്ത്യ പാകിസ്ഥാൻ സൈനിക അതിർത്തി. ഇന്ത്യ ചൈന സൈനിക അതിർത്തി ആണെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC ആണ്. ഓക്കെ, ഇത് ലൈൻ ഓഫ് കൺട്രോൾ LOC, ഇത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഈ 2 പോയിന്റ്സ് കൂടെ എക്സ്ട്രാ ഒന്ന് പഠിച്ചു വെക്കുക. ഓരോ അതിർത്തി രേഖകളും അറിയണം. നമ്മൾ ക്ലാസ്സിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോയതാണ്. അവിടെ റിപ്പീറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി തന്നാണ്. ഇനി ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന പറയും മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും ചെറുത് ഡ്യൂറന്റ് രേഖ, ഇന്ത്യ ബംഗ്ലാദേശ് ഏറ്റവും വലുത് ഏതാണ് തീൻ ബേഗ കോറിഡോർ, ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ, പിന്നെ ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്, അല്ലെങ്കിൽ ഏത് വരും ഗൾഫ് ഓഫ് മാന്നാർ. ഏത് വന്നാലും നോക്കി ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി തന്നെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ വാട്സപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഡെയിലി ഒരു ക്ലാസ് മാത്രം ഉണ്ടാവുക. അധികം സമയമെടുത്ത് പഠിക്കാൻ പറ്റാത്ത ആളുകൾക്കാണ് മാക്സിമം ഈ കോഴ്സ് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുക. അപ്പോൾ അങ്ങനത്തെ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ എത്രയും പെട്ടെന്ന്, അധികം വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ LGSന്റെ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോ എക്സാമിന് നിങ്ങൾക്ക് ഉപകരിക്കും. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ടൈം വാലിഡിറ്റി ഒന്നുമില്ല. 1 ഇയർ എന്നാണ് അതിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് തരുമ്പോൾ കൊടുക്കുക. എന്നാലും അതിനങ്ങനെ വാലിഡിറ്റി ഒന്നുമില്ല. ഏതൊരു എക്സാമിന് പോകുന്നതിന് മുമ്പും നിങ്ങൾക്കൊന്ന് സ്പീഡിൽ റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. ആകെ 25 ക്ലാസ്സുകളാണുള്ളത്. പക്ഷെ അതിൽ 90-ലധികം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ രണ്ടും എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക. എത്രയും പെട്ടെന്ന് തന്നെ, അധികം വൈകാൻ നിൽക്കേണ്ട. എക്സാമിനോട് അടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കി നോക്കുക. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എത്രയും പെട്ടെന്ന് ഇതൊക്കെ തീർത്തു പോയാൽ അത്രയും മനസ്സിക്ക് ഒരു മോട്ടിവേഷനും കിട്ടും, അത്രയും സമാധാനവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഓരോ കുറച്ച് സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. എനിക്ക് കുറച്ച് സമയം പഠിക്കുള്ളൂ, അതുകൊണ്ട് തരുന്ന ക്ലാസ് മാത്രമേ പഠിക്കുള്ളൂ, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. എക്സ്ട്രാ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാൻ പറ്റുമെങ്കിൽ, എക്സ്ട്രാ നിങ്ങൾക്ക് PYQ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ പറ്റുന്ന അത്ര സമയം, ഓരോ ചെറിയ ഓരോ മിനിറ്റ് നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഓരോ മിനിറ്റിൽ ചിലപ്പോൾ ആ ഒരു മിനിറ്റിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ചോദ്യമാവും നിങ്ങൾക്ക് 1 മാർക്ക് തരുന്നത്. 1 മാർക്കിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. 1 മാർക്ക് കൊണ്ട് 50-60 റാങ്കൊക്കെ നമ്മൾ താഴേക്ക് പോകും. അപ്പോൾ പോരുത്, ഏറ്റവും മേലെ തന്നെ എത്താൻ ശ്രമിക്കുക. ഓരോ ചെറിയ സമയവും ഇതിനായിട്ട് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ ഞാൻ എന്തായാലും ഇറങ്ങി. ഈ അടുത്ത് വരുന്ന എക്സാം ഏതാണോ അതിൽ ഞാൻ എന്തായാലും കയറും എന്ന വിശ്വാസത്തിൽ തന്നെ പഠിക്കുക. അപ്പോൾ ഓരോ മിനിറ്റും നിങ്ങളുടെ പോകുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു വേവലാതി ഉണ്ടാവും. ആ ഓരോ മിനിറ്റിനെയും നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി മാറും. അത്രയും പോസിറ്റീവ് എനർജി വരും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നല്ലൊരു റാങ്ക് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്